ചരിത്രത്തെ വർത്തമാനകാലവുമായി കൂട്ടിയിണക്കിയ വിഖ്യാത ചരിത്രകാരൻ ഡോക്ടർ കെ.എൻ. പണിക്കർക്ക് വിട. മൃതദേഹം തിരുവനന്തപുരം ശാന്തി കവാടത്തിൽ സംസ്കരിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം രാഷ്ട്രീയ, സാംസ്കാരിക, സാമൂഹിക രംഗത്തെ പ്രമുഖർ അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിച്ചു. ഒരു യുഗത്തിന്റെ ചരിത്ര രചനയ്ക്ക് വിരാമമിട്ട് ഡോക്ടർ കെ.എൻ. പണിക്കർ മടങ്ങി. കേരളം കണ്ട ഏറ്റവും പ്രഗത്ഭനായ ചരിത്രകാരന്മാരിൽ ഒരാളായ കെ.എൻ. പണിക്കർ ചരിത്രത്തെ വെറുമൊരു ഭൂതകാല വിവരണത്തിനുമപ്പുറം സാമൂഹിക മാറ്റത്തിനുള്ള ആയുധമായാണ് കണ്ടത്. കവടിയാർ ജവഹർ നഗറിലെ വസതിയിൽ പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം സമൂഹത്തിന്റെ വിവിധ തുറകളിലുള്ളവർ അന്തിമോപചാരം അർപ്പിച്ചു. ഇന്ത്യൻ ചരിത്രത്തെ വർഗീയവൽക്കരിക്കാനുള്ള ശ്രമങ്ങൾക്കെതിരെ മരണം വരെ വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടമാണ് കെ.എൻ. പണിക്കർ നടത്തിയത്. കേരളത്തിന്റെ സാംസ്കാരിക പൈതൃകത്തെയും കൊളോണിയൽ വിരുദ്ധ പോരാട്ടങ്ങളെയും ആഴത്തിൽ വിശകലനം ചെയ്ത ആ തൂലിക ഇനി വിശ്രമിക്കും. അധികാര കേന്ദ്രങ്ങളോട് സത്യം വിളിച്ചു പറഞ്ഞ ധീരമായ അധ്യായത്തിനാണ് വിരാമമാകുന്നത്. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് തിരുവനന്തപുരത്ത് ചികിത്സയിലിരിക്കെ ഇന്നലെയാണ് ഡോക്ടർ കെ.എൻ. പണിക്കർ അന്തരിച്ചത്. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.